ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഡിമാർട്ടിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും ഞാൻ മേടിച്ച കുറേ സാധനങ്ങളുമാണ്. ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. ആക്ച്വലി ഡിമാർട്ടിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോകും. ഇന്ന് പോയപ്പോൾ വിചാരിച്ചു കുറേ വീഡിയോസ് എടുക്കണം, എല്ലാ സെക്ഷനിലും പോയി നല്ല കുറേ വീഡിയോസ് എടുക്കണം, നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാ പോയത്. പക്ഷേ അകത്ത് പോയപ്പോൾ നല്ല തിരക്ക്. എപ്പോൾ പോയാലും ഡിമാർട്ടിൽ എപ്പോൾ പോയാലും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര തിരക്കാണ്. അത് കാരണം ഞങ്ങള് ഈ അരിസാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാരണം പാചകം ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന ആ സെക്ഷനിലോട്ട് ഞങ്ങൾ പോയതേ ഇല്ല. ഒന്ന് ചെന്ന് എത്തി നോക്കിയപ്പോൾ അവിടെ കാല് കുത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത്യാവശ്യം എനിക്ക് കുറച്ച് വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പോയപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചായിരുന്നു. അന്ന് കിട്ടാത്ത സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് ഇപ്പൊ പോയത്. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇനി ഇതിനു വേണ്ടി ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഡിമാർട്ടിൽ പോകുമ്പോൾ. മേടിച്ചില്ല എങ്കിലും ഈ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ആയിരിക്കും പൊതുവേ കുറെ പേരങ്ങനെ കാണും. അത് മാത്രമല്ല, നേരത്തെ ഞങ്ങൾ ബിഗ് ബസാറിൽ നിന്നായിരുന്നു മേടിക്കുന്നത് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ബിഗ് ബസാറിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവും തെരഞ്ഞെടുക്കാൻ സാധനങ്ങൾ നോക്കിയെടുക്കാൻ സ്ഥല സൗകര്യവും ഡിമാർട്ടില്ല. ബിഗ് ബസാറിൽ 2-3 ഫ്ലോറായിട്ടാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ആളുകളൊക്കെ നമ്മളെ ഈ കാഴ്ചവസ്തുവിനെ പോലെ നോക്കുമെന്നേ. അത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു ചമ്മല. അതാ ഞാൻ കൂടുതലും അങ്ങ് മടിക്കുന്നതും. അപ്പൊ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇത് ഒരു പക്ഷേ നിങ്ങൾ ബിജീസ് കിച്ചൺ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അവള് പറഞ്ഞിട്ടാണ് ഞാനിത് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഡിമാർട്ടിൽ പോയപ്പോൾ ഈ ഓഫർ ഇല്ലായിരുന്നു. ഇന്ന് ചെന്നപ്പോൾ ആ സെയിം ഓഫറിന് എനിക്കും കിട്ടി. നോൺ സ്റ്റിക്ക് ആണ്. ഇതിന്റെ ലിഡ് ഫിറ്റ് ചെയ്യണം. കണ്ടപ്പോ നല്ല ഭംഗി തോന്നി. അത് മാത്രമല്ല, അവള് യൂസ് ചെയ്തിട്ട് നല്ലതാണ് പറഞ്ഞു. നല്ല നോൺ സ്റ്റിക്ക് ആയിരുന്നു. ഇത് 4.5 ലിറ്ററിന്റെയാണ്. ഒരു കടായി, ഇതൊക്കെ ഫിറ്റ് ചെയ്യണം നമുക്ക്. ഇത് 2 ലിറ്റർ 200 ഗ്രാം, 2.25 ലിറ്റർ. പിന്നെ ഒരു തവ, അതും നോൺ സ്റ്റിക്കാ. ഇതെല്ലാം ഇനി ഫിറ്റ് ചെയ്യണം. ഇതാണ് സാധനം. 4 ലിറ്ററിന്റെ ഹണ്ടി, കടായി, ദോശ തവ, 26 സെന്റിമീറ്റർ, പിന്നെ സ്പൂണ്. അപ്പൊ ഇതിന്റെ റേറ്റ് 999 രൂപ, അതായത് 1000 രൂപ. പിന്നെ മേടിച്ചത് മിൽട്ടന്റെ ഒരു തെർമോസ്റ്റീൽ, ഒരു ലിറ്ററിന്റെ ഫ്ലാസ്ക് ആണ്. ഇതിന് 880 രൂപ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും. ഓഫീസിലായാലും എന്തെങ്കിലുമൊക്കെ പാഴ്സൽ വന്നാല് ഈ സംഭവം പിള്ളേർ എനിക്ക് കൊണ്ടുതരും. എനിക്ക് ഭയങ്കര ഇഷ്ടം പൊട്ടിക്കാൻ. പിന്നെ മേടിച്ചത് അമുലിന്റെ ചീസ് 1 കിലോയുടെയാ, 395 രൂപ. പിന്നെ ഇത് പശുവിൻ നെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് മേടിച്ച് യൂസ് ചെയ്തവര് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് മേടിക്കുന്നത്. 1 കിലോയായത് 475 രൂപ. പിന്നെ മേടിച്ചത് ബദാമിന്റെ റേറ്റ് 500 രൂപ. അവിടുത്തെ ഡിമാർട്ട് റേറ്റ് 395 ആണെന്ന് തോന്നുന്നു. 395 കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഇത് എനിക്ക് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനോ, പിന്നെ ആരെങ്കിലും കൂടുതൽ പേര് വന്നാല് എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ ചോറോ ഒക്കെ വെക്കാൻ നല്ലൊരു പാത്രം മേടിച്ചു. അതിന്റെ അടിയിൽ ഇതേ സംഭവം നല്ല വെയിറ്റ് ഉള്ളയാ. 439 രൂപയാ എനിക്ക് കിട്ടിയത്. 399 രൂപയ്ക്കാ. പിന്നെ മേടിച്ചത് ഇത് പൊടിയൊക്കെ ജനലിന്റെയും കതവിന്റെയും ഭിത്തിയിലും ഒക്കെ ഉള്ള പൊടി തട്ടിക്കളയാനായിട്ട് 126 രൂപ. പിന്നെ മേടിച്ചത് ഒലിവ് ഓയിൽ. ഇത് കുക്കിങ്ങിനും പിന്നെ സാലഡിലൊക്കെ ഒഴിക്കാനും. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ചെറിയ ഒലിവ് ഓയിൽ മേടിക്കണമെന്ന്. പക്ഷെ ഇത്രയും റേറ്റ് ആണെന്നൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഇത് 1/2 കിലോ 625 രൂപയാണ്. അപ്പൊ ഞാനിത് എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലോ സാലഡിലോ ഒക്കെ ഒഴിക്കാന്ന് പറഞ്ഞ് മേടിച്ചതാ.
അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ഡിമാർട്ടിൽ പോയി മേടിച്ചത്. ഇത് സ്റ്റോറേജ് ബാസ്ക്കറ്റാ. ഇത് 2 എണ്ണം വാങ്ങി. ഇതിന്റെ തീരെ ചെറുതുണ്ട്, വലുതുണ്ട്, ഏത് വേണമെങ്കിലും ഉണ്ട്. നല്ല നല്ല ഭംഗിയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ. അപ്പൊ വീഡിയോ എടുത്തതിനിടയ്ക്ക് നിങ്ങളെ കാണിച്ചു തന്നേ. നല്ല സംഭവം ഇത്. നമുക്ക് വേണ്ട സാധനങ്ങൾ, എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം, അല്ല അടുക്കള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം, എന്ത് വേണേലും ചെയ്യാം. ഈ സ്റ്റോറേജ് ബാസ്ക്കറ്റിന്റെ വില ഒരെണ്ണം 349 രൂപ. ഇത് ഡിമാർട്ട് പ്രൈസ് ആണ്. അപ്പൊ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കറിയാം, ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് അടുക്കും ചിട്ടയുമായി നമ്മുടെ സാധനങ്ങൾ അടുക്കി വെക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാ. നമുക്ക് എത്രയും സ്ഥലം സേവ് ചെയ്യാമോ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. ഡിമാർട്ടിൽ പോയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടാന്നറിയാമോ? ഈ പാത്രങ്ങളുടെ സെക്ഷനിൽ. ജോസാൻ പറയാം, അവർക്ക് വേറെ ഒന്നും വേണ്ട, മണിക്കൂറുകൾ അവിടെ ഇരുത്തിയാലും ഇരുന്നോളൂ എന്ന്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ഗ്ലാസിന്റെ ഈ കുപ്പി ഐറ്റംസ് ഉണ്ടല്ലോ, അതിന്റെ പാത്രങ്ങൾ. ഇതൊരു കുപ്പിയാ, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നല്ല കട്ടിയായതിന്, ഒട്ടും ലീക്കാവില്ല. കുപ്പിക്കാന്നേലും ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇതിന്റെ വില 69 രൂപയാണ്. അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാനോ എന്ത് വേണേലും ഇട്ട് വെക്കാം. ഇത് ജ്യൂസ് കുടിക്കാനും സാധാ വെള്ളം കുടിക്കാനും ഒക്കെ യൂസ് ചെയ്യാം. 90 രൂപ. പിന്നെ കുപ്പി പാത്രങ്ങള്, അത് എനിക്ക് ഇഷ്ടമനുസരിച്ച് ഒത്തിരി ഒന്നും മേടിക്കില്ല, ഓരോന്നൊക്കെ മേടിക്കത്തുള്ളൂ അതിന് ആവശ്യം അനുസരിച്ച്. ഇത് അതിനേക്കാൾ ചെറുത്, ഇതിനേക്കാൾ ചെറുതുമുണ്ട്. നല്ല ഭംഗിയില്ലേ? പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തു, അച്ചാറിട്ട് വെച്ചു. നല്ല കട്ടിയുള്ള കുപ്പിയാ. അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുപ്പി പാത്രങ്ങളാണല്ലോ നല്ലത്. ഇതിന് 129 രൂപയാണേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടി അത്യാവശ്യം ഞാൻ മേടിച്ച സാധനങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ തുടർന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഞാൻ ഇടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും അറിയിക്കണം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമന്റിൽ കൂടി എന്നെ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. പിന്നെ ബ്ലെസ്സഡ് ലൈഫ് ബെൻസീസ് വ്ലോഗിൽ ഞാൻ ഇന്നലെയും ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്ത കുറെ പേരുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും കാണണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. തുടക്കമാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഞാൻ വ്ലോഗ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ക്രമേണ ഞാൻ ശരിയാക്കാം. ടൈം കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ പുറത്തു പോയി നിങ്ങളെ വീഡിയോസ് കാണിക്കാം, സ്ട്രീറ്റ് ഫുഡൊക്കെ ഷെയർ ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1.5-2 വർഷത്തോളമായിട്ട് ഞാൻ രാത്രി ഉറങ്ങുന്നത് വെളുപ്പിന് 2 മണി 2:30 ഒക്കെ ആവും. അതാ എന്റെ ഷെഡ്യൂൾ. ഓഫീസ് ജോലി, വീട്ടുജോലി എല്ലാം കൂടെ അത്രയും ലേറ്റ് ആവും, അതാ കാര്യം. അതനുസരിച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ ഞാൻ ലൈവ് ഇട്ട വീഡിയോയിൽ സൂര്യ സുസ്മിത് ഒരു കമന്റ് ഇട്ടിരുന്നു, ചേച്ചി ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കണ്ടേ, കണ്ണൊക്കെ അങ്ങ് അകത്തോട്ട് പോയി, ഇത് എന്തുവാ. എനിക്കതിരി സന്തോഷം തോന്നിയത് വായിച്ചപ്പോ. കാരണം സൂര്യ അത്രയ്ക്ക് നന്നായിട്ട് എന്നെ ശ്രദ്ധിച്ചു എന്ന്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പുതിയ വീഡിയോയുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.